പൃഥ്വിരാജ് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നടക്കുമോ? അത് തീരുമാനമായല്ലേ. ഇപ്പം നമ്മൾ ആടുജീവിതത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലല്ലേ. അത് കഴിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പഞ്ചവലിനെ കുറിച്ച് ആലോചിക്കാം. നിശ്ചയമായിട്ടും ആലോചന ഉണ്ടെങ്കിൽ അപ്പം നിങ്ങളെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ പൃഥ്വിരാജായിട്ട് ഇത് ചർച്ച ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? അല്ല, നമ്മളെപ്പോഴും ലൊക്കേഷനിലൊക്കെ പ്രത്യേകം കഥ അറിയാം, മറ്റു കാര്യങ്ങളൊക്കെ പറയും, അത്രേ ഉള്ളൂ. ചർച്ച ചെയ്തിട്ടില്ല. ഈ വിജയത്തിനൊപ്പം ഒരുപാട് വിമർശനങ്ങളും വരുന്നുണ്ട്. അതിനോട് എല്ലായിടത്തും വിജയം ഉണ്ടാകുമ്പോൾ വിമർശനങ്ങളും ഉണ്ടാകും. നമ്മളിതിനെല്ലാം ഒരേപോലെയാണ് നോക്കി കാണുന്നത്. അതിന് പ്രത്യേകിച്ച് രണ്ടും നമുക്ക് ഒരുപോലെയാണ്. പക്ഷെ ഇന്നലെ ഒരു റിവ്യൂ പൃഥ്വിരാജ് പങ്കുവെക്കുകയുണ്ടായി. അതിനകത്ത് ഭയങ്കര ഡെപ്തായിട്ട് ഓരോ കാര്യങ്ങളും ഒരു ടീച്ചർ പറയുന്നുണ്ടായി. അപ്പോൾ കുറേ പേർക്ക് അത് മനസ്സിലാവുകയും കുറേ പേര് അത് വേറെ രീതിയിൽ എടുക്കുകയും ചെയ്യുന്നത് തോന്നിയാണല്ലോ. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരും ഓരോ തരത്തിൽ, നമ്മൾ ഓരോ സിനിമയും നോക്കി കാണുന്നത് വേറെ വേറെ തരത്തിലല്ലേ. അതിനുള്ള സ്വാതന്ത്ര്യം ഓരോ പ്രേക്ഷകനും ഉണ്ട്. അത് കാണുന്നത് മാത്രമേ ഉള്ളൂ. ഈ സാറ് പറയുകയുണ്ടായി ആ രംഗം ചിത്രീകരിച്ചു എന്നുള്ളത് നമുക്ക് വിവാദമായിട്ടുള്ളത് എങ്ങനെ ചിത്രീകരിച്ചു സാർ പറഞ്ഞല്ലോ. അങ്ങനെയല്ല, അത് നമ്മുടെ നിന്നുണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹം ക്ലാരിറ്റി ചെയ്തല്ലോ. അദ്ദേഹമാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹം പറഞ്ഞാൽ അതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ബുക്ക് വായിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ട്. ആ ഒരു മനുഷ്യന് സംഭവിക്കാം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അത് ആ ഒരു തീവ്രതയുണ്ടല്ലോ. സാർ കാണുന്നത് അതിൻ്റെ ഒരു മറ്റൊരു വേർഷനാണ്. എങ്ങനെയാണ് അത് ഒരു മരുഭൂമിയെ അതിജീവിച്ച് കടന്നു പോവുക എന്ന് പറയുന്ന മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ ഒരു കഥയുടെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ബ്ലെസ്സി സാർ ആടുജീവിതത്തെ വായിക്കുന്നത്. ഓരോ മനുഷ്യരും ആടുജീവിതത്തെ വായിക്കുന്ന ഓരോ തരം ആംഗിളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് വായിച്ചു. അതാണ് നമുക്ക് സിനിമയിൽ നിന്ന് 3 മണിക്കൂർ നേരം നിങ്ങൾക്ക് പൂർണ്ണമായും സിനിമാ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും. ഇവിടെ കാണുന്നത് സാറ് എത്ര വിവാദങ്ങൾ വന്നിട്ടും സാറ് ശരിക്കും ആ വിവാദങ്ങളോട് വളരെ സൗമ്യമായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാർ പലത് പറയുന്നത്. നമ്മളെന്തിനാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പോവുകയോ അല്ലെങ്കിൽ അത് വൈകാരികമാവുകയോ ചെയ്യുന്നത്? കാരണം ഞാനും ബ്ലെസ്സി സാർ എന്താണെന്നോ ഞാനും നജീബ് എന്താണെന്നോ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട് സാറേ, ഈ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഇല്ലെങ്കിൽ ഇവിടെ നജീബിനെ ആരും അറിയില്ല എന്നുള്ളൊരു വാദം കൂടി അവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 16 വർഷമായി മലയാളി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പം സിനിമ വന്നപ്പോൾ വെറുതെ ചിലരുണ്ടാക്കുന്ന ഒരു നിസ്സാരമായ വിവാദമാണ്. അതിനൊക്കെ നമ്മൾ പുഞ്ചിരിയോടുകൂടി നേരിടുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല.